വെളിച്ചപ്പാടെന്താ? വഴി മറന്നുണ്ടോ? ഇല്ല, മറന്നിട്ടില്ല. ഒന്നും മറന്നിട്ടില്ല. ഒന്നും. അമ്മേ, അമ്മായി. ചായ കുടിക്കണമെന്നും ദോശ തിന്നണമെന്നും ഒക്കെ തോന്നുമ്പോ മാത്രം കല്യാണിയമ്മേ ഓർക്കും. എന്നിട്ട് വന്ന് മൂക്കറ്റം തിന്നും വെച്ച് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോകും. നടക്കത്തില്ല ഗോപാല. പച്ച മുഴുവൻ തീർത്തില്ലെങ്കിൽ ഗോപാലിന്റെ എല്ലി ഞാൻ ഊരും കേട്ടോ. ചായയുടെ കൂടെ കല്യാണിയമ്മയുടെ 4 ചീത്തവിളി അങ്ങോട്ട് കേൾക്കുക. അതിന് പ്രത്യേക സുഖം തന്നെയാണ്. ദോശ ഉണ്ടോ? ദോശ ഒറ്റ തേമ്പിയൻ കൗണ്ടറിൽ നിന്ന് ഉറങ്ങാൻ പെരയിലെങ്ങനെ പോയി കിടന്ന് ഉറങ്ങും മനുഷ്യ. ഓ കല്യാണി അമ്മേ, ഞാൻ വിചാരിച്ച ആന വരേണ്ടതാണ്. പൊന്നാനിയില് പുഴങ്കരക്കാവിൽ വെച്ചുണ്ടായ സംഭവം അറിയടോ? അയ്യോ, വെടിക്കെട്ട് കാണാൻ ഉറങ്ങിക്കിടന്നവരുടെ മേലൂടെ ആന വരണ്ട് ചവിട്ടൊരോട്ടല്ലായിരുന്നു. എന്തൊരോട്ടായിരുന്നു. ഇന്നത്തെ ഒരൊറ്റ ആനയും വിശ്വസിക്കാൻ പറ്റില്ല. എത്ര നേരത്താലും വെള്ളമില്ല. എന്തിനാനയെ പറയുന്നു? ഒരു പൂന വരണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? പൂനയോ? പൂച്ചടോ? ആ ഇതാരായി വരുന്നേ? വെളിച്ചപ്പാട് വന്നൂന്ന് വെച്ചാ ഉത്സവം വന്നു. അതെ അതെ. ഇരിക്കൂ, ഒരു ചായ എടുക്കട്ടെ? എടുത്തോളൂ. ഒന്ന് എനിക്കൂ. ഇപ്പൊ കുടിക്കണ്ട, ഉറക്കം പോ. വേണ്ട. കെട്ടിയോനെടുത്തും തിന്നും കുടിച്ചും കൗണ്ടറിലിരിക്കുന്നത് കലയെല്ലാം ഉണ്ടോ കല്യാണിയമ്മേ? രാജ കൊലയാ. മിണ്ടായിരിക്കട്ടെ അവിടെ. ഇപ്പോഴേ എത്തിയത് ഇപ്പൊ തന്നെ. എങ്ങനെ ഉണ്ടാ കഥനെ? ഉത്സവടിയൊക്കെ കേമ ഉണ്ടോ? നാട്ടുകാർക്ക് ഇപ്പോഴൊക്കെ ചെറിയ വെടി മതിയെന്ന് വന്നിട്ടുണ്ടെന്നാണോ? ശരി, വെടി വലുതാണെങ്കിൽ നമുക്ക് വല്ലതും കിട്ടും. അതെങ്ങനെ? അമ്പലത്തിലെ പൊതുവെടിക്കാരനായിട്ടും തെക്കുമ്പുറത്തോട്ടല്ലേ കതിനയുടെ ചായ്വ്. നിന്റെ എല്ലാം വെടി തീരാൻ പോന്ന് കൂട്ടിക്കോ. വെടി തീരാൻ പോണത് വടക്കുംപുറത്തുകാരുടെയോ തെക്കുംപുറത്തുകാരുടെയോ എന്ന് ഉത്സവം വരുമ്പോ നാട്ടുകാർ പറഞ്ഞു. 2 കൊല്ലം നാട്ടുകാർ കാണുന്നു. ഉത്സവം കേമായിട്ട് നടക്കണ വെച്ചാ വടക്കമ്പക്കാർ തന്നെ നടത്തണമെന്ന് കാക്കയും പൂച്ചയും കൂടെ പറയാൻ തുടങ്ങിയിരിക്കണു. ഞാൻ പിന്നെയും പറയണു, അധികം അങ്ങോട്ട് കേറണ്ട. അധികം അങ്ങോട്ട് എന്ത് ചെയ്യണം? വഴക്കം ഉത്സവപ്പറമ്പില് എന്താ ഇത്? അടിക്കുന്നവർക്ക് അസൗകര്യം ഉണ്ടാക്കാതെ ഒന്ന് മാറി കൊടുക്കും കല്യാണമേ. ഞാൻ അല്ലേ തറവാട്ടിലെ കാർന്നോമാര് തമ്മിൽ കടിപിടി കൊടുത്തതിന് നിങ്ങക്ക് നാട്ടുകാർക്കെന്താ? കലാമണ്ഡലം കൃഷ്ണനാരുടെ നളൻ, പൂമുല്ലക്കേശവന്റെ ദമയന്തി. എന്താ കഥ, എന്താ ഭാവരസങ്ങൾ, ഇന്നും ഓർമ്മയുണ്ട്. ജന്മത്തിന് മറക്കില്ല. വലിയ കാരണവരുണ്ട് അന്ന്. അതൊരു കാലാണേ. എന്തേ? 10 മണിന്നാ വക്കീല് പറഞ്ഞത്. അവരൊന്ന് കാത്തിരിക്കണ്ടാവും. ഉണ്ടാവണല്ലോ. തെക്കുംപുറത്തുകാര് വടക്കുംപുറത്തുകാർക്ക് വേണ്ടി ഇച്ചിരി കാത്തിരിക്കണം. ഒട്ടും മുഷിയില്ല. ഓ എന്താണോ കുറിപ്പേ? നീരസം ഒന്നും ഉണ്ടാവാണ്ട് ഉത്സവത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വെച്ചാ നീരസമുള്ളവര് അങ്ങനെ നീറിക്കൊണ്ടിരിക്കും. ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ലോ അമ്മൂട്ടിയമ്മയെ. ഞാൻ ഈ തറവാട്ടില് 2ാം മരുവനായിട്ട് എന്ന് കാലുകുത്തിയോ അന്ന് തുടങ്ങിയതാ മൂത്ത മരുവന്റെ ഒരു കൂട്ടം മുഖം കറപ്പിക്കല്. എന്തേ കാരണം? അതിപ്പോ പച്ചയ്ക്ക് എന്നെ കൂടെ പറയാം. അസൂയ. തറവാട്ടി പറഞ്ഞവരാകുമ്പോ ഇത്തിരി നിറം ഉണ്ടാവുക, ഒത്ത ഉയരം ഉണ്ടാവുക, അത്യാവശ്യത്തിന് മോശം ഉണ്ടാവുക. കുറ്റാണോ ഇതൊക്കെ? ഇതൊന്നും കണ്ടങ്ങോട്ട് പിടിക്കില്ല വെച്ചാൽ എന്താണ് പറയാ? അസൂയ എന്നല്ലാണ്ട്. അവസാനം വന്ന് തറവാട് ഭാഗം വെക്കണ അവസ്ഥ എത്തിയില്ലേ കാര്യങ്ങള്? അതൊക്കെ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉത്സവത്തിന്റെ കാര്യമാവുമ്പോ പാതി അവകാശം അവർക്കൂടെ വെച്ചിട്ടുള്ള സ്ഥിതിക്ക് അവര് പറയണത് എന്താച്ചാ കുറെ നമ്മളും കേൾക്കാന്നാ ഞാൻ പറയണത്. അമ്മൂട്ടിയമ്മ കൂടുതൽ പറഞ്ഞു പോകുന്ന ഒരു സംശയം. അമ്മായി പറയണതിലും കാര്യമില്ലേ അമ്മാവേ? ഉത്സവം നടത്താനുള്ള അവകാശം സമം കോടതി പറഞ്ഞിട്ടുള്ളൂ. അനന്തരം അവന്റെ പിന്തുണയായി. ഇനിയിപ്പോ കുറുപ്പം പറയാ എന്താച്ചാൽ? കുറുപ്പിനൊന്നും പറയാനില്ല. അവിടുന്ന് കൽപ്പിക്കുക, അത് ചെയ്യുക, അതന്നെ. നീ പോയിട്ട് ഇത്തിരി നേരായല്ലോ. ഒരാളെ കൂടെ കൂട്ടായിരുന്നില്ലേ നിനക്ക്? അമ്പലത്തിൽ പോയിട്ട് എന്തേ കണ്ടേ? ആനയെ കണ്ടോ? ആൽമരം കണ്ടോ? എന്നാൽ ഞങ്ങളുടെ പുറപ്പെടുക തന്നെ. താനും വരിക എന്ന് വെച്ച് മുതിർന്നൊരു കാര്യങ്ങൾ തീരുമാനിക്കുമ്പോ ഇടയ്ക്ക് കയറി ഒരു സംസാരിക്കൽ വേണ്ട.
ഈയിടെ ആയിട്ടെന്താ തെക്കുംപുറത്തുകാരോട് ഈ ശാലുവൊക്കെ തോന്നുന്നുണ്ടല്ലോ? അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട. കുറുപ്പേ ഇറങ്ങാ. വടക്കുംപുറത്തുകാരെ നോക്കി വഴി കണ്ണു നട്ട് കാത്തിരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, ഇനിയോട്ട് ഉണ്ടാവുകയില്ല. വക്കീൽ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരൊറ്റ വാക്കിനെ മാനിച്ചാൽ ഞാനിവിടെ വരെ വന്നു. അവര് വരാതിരിക്കില്ല. വേണ്ട വക്കീലെ, കാര്യങ്ങൾ കൂടിയാലോചിച്ച് നടത്തണമെന്നുള്ള വിചാരം അവർക്കല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കെന്തോന്നാ? നടക്കും പോലെ നടക്കട്ടെ. നടക്കും പോലെ നടത്താനാണെങ്കിൽ പിന്നെ എന്നെ പോലെ ഒരു റിസീവർ എന്തിനാ? അവകാശ തർക്കത്തിന് അന്ത്യവിധി ഉണ്ടാകുന്നത് വരെ ഉത്സവം ഇരുവിഭാഗക്കാരും തുല്യമായി പകുത്ത് പ്രശ്നം കൂടാതെ നടത്തുക എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയാണ്. യു ഹാവ് ടു ഒബ്ലൈജ്. ചെയ്യാം, തയ്യാറാണ്. പക്ഷേ കോടതി വിധി ഞങ്ങൾ മാത്രം മാനിച്ച പോരല്ലോ. ആരെ മാനിക്കണം മാനിക്കണ്ടെന്നൊക്കെ നല്ല നിശ്ചയുണ്ട് വടക്കുംപുറത്തുകാർക്ക്. കൂടുതൽ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വന്നാൽ പഴയത് ഞാനെന്ന് അങ്ങോട്ട് ഇളക്കും. നമുക്ക് കാര്യത്തിലേക്ക് നീങ്ങാം. 1 മണിക്കൂർ കൂടുതലായി വക്കീലദ്ദേഹം ഇവിടെ ഒന്ന് കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാ പിന്നെ നിൽക്കാറുന്നില്ലേ? ഇതിനാണ് പറയുന്നത് നെകളിപ്പെന്ന്. ഇതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പറയാൻ തരില്ല വെച്ചാൽ എഴുത്തൊന്നാലും മതി, കുഷിയില്ലാന്ന് പറയാ. ഞാനു എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരുമെന്ന് താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പ അറിയാം. ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു മാഷളൻ. വെറുതെ അല്ലേ നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ തെക്കുംപ്രങ്കാരോട് മെക്കെട്ട് കയറാൻ വരലല്ലേ വടക്കുംപ്രങ്കാരനവരുടെ പണി. അക്കം കിട്ടുമ്പോ 4 വർത്താനം പറഞ്ഞു വെച്ച് കുറ്റമൊന്നും ഇല്ല. എന്നാലും 1 പറഞ്ഞ് 2 പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാവോ ആവോ? അമ്മായി ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാ. ആ ഭാഗം KK ചിപ്സിന് വിട്ടുതരാ. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അതും പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്കത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല, പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയണത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലാസനക്കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസനക്കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. കുട്ടി എന്റെ KK ചിപ്സിന്റെ സാരി ചിട്ടിയിൽ ചേർന്നില്ല. എനിക്ക് ആവശ്യത്തിന് സാരിയൊക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്രച്ചിട്ടി, പാദസര ചിട്ടി, ട്രാൻസിസ്റ്റർ ചിട്ടി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടി കമ്പനി എവിടെയുള്ളൂ, KK ചിപ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്. ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്രച്ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഗരിക്കാനോ കൊഞ്ചി കുഴയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്ത് കൂടെ പോകണ്ട. അടുക്കള മാത്രം പോണില്ല. അത് തന്നെ ഞങ്ങളും പറയണേ. പ്രധാന ഉത്സവം സ്ഥിരമായിട്ട് ഒരു കൂട്ടിൽ തന്നെ നടത്താൻ പാടുള്ളൂ എന്ന് ഭഗവതി എന്താ തുള്ളി പറഞ്ഞു. കൊടിയേറ്റ ഉത്സവം കേമത്തിൽ കേമാക്കാൻ വടക്കുംപുറത്താർക്കെ കഴിയും തെളിയിച്ചു കഴിഞ്ഞ 2 വർഷവും ഇല്ലാച്ചാൽ റസീവർ പറഞ്ഞോളുക. തെക്കുംപുറത്താര് നയിച്ചത് നാട്ടുകാർ കണ്ടേ. ഏതൊരുട്ടം കുതിരയെടുപ്പും കാക്കരശി. ഹായ്, ഒന്നും പറയണ്ട. ഭഗവതി പുഴ കടന്ന് പോവാത്ത തറവാടിന്റെ സുഹൃതാന്ന് ഇരിച്ചാ മതി. വക്കീലദ്ദേഹം, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഉത്സവ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണോ അല്ല അസാരം അധിക്ഷേപിച്ച് വിട്ടുകളയാവുന്ന ധാരണയിലാണോ ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി? വെറുതെ എന്തിനാ അതും പറഞ്ഞ്? എന്നാ കേട്ടോടുക, പുതിയൊരു ഏർപ്പാടിനും വടക്കുംപുറ ഇല്ല. കീഴ്വഴക്കം എന്താ വെച്ചാൽ അതുപോലെ നടക്കട്ടെ. എന്ത് കീഴ്വഴക്കം? ഒക്കെ ഉണ്ടാക്കിയതല്ലേ. കൊടിയേറ്റ ഉത്സവം ഇക്കുറി ഞങ്ങൾ നടത്തിയാൽ നടക്കുമെന്ന് നോക്കട്ടെ. കാരണവന്മാര് സംസാരിക്കാനിടത്ത് ഇളമുറക്കാരൻ എന്താ കാര്യം? ആവശ്യമില്ലാത്തത് കാര്യത്തിന് സംസാരിക്കണ്ട. ബാലേന്ദ്രനോട് ചോദിച്ചില്ല, ഇറങ്ങിയപ്പോൾ പറഞ്ഞത് മറക്കണ്ട. ഓരോ കൂട്ടർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്, അതങ്ങടെ അനുസരിക്കുക. അനുസരിപ്പിക്കാനുള്ള യോഗ വെച്ചാൽ തെക്കുംപുറത്തുകാരുടെ പട്ടിയെ കിട്ടില്ല. വേറെ ആളെ നോക്കിയാൽ മതി. വാടോ, കാര്യസ്ഥന്മാരുടെ ഭരണം. വക്കീലെ, ഒന്ന് ഞാൻ പറയാം, വക്കീലിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കില്ല. പ്രശ്നം തിരുവേനിക്ക് വിടുക.
ഒരാഴ്ച മുമ്പ് എത്തുമെന്നായിരുന്നു കരുതിയത്. ദീർഘയാത്രയായിരുന്നില്ലേ? താണ്ടാത്ത ദൂരങ്ങളില്ല. കാശി, ഹരിദ്വാർ, ഋഷികേശം. അതിനിടയിലും എപ്പോഴോ ഭഗവതി വിളിച്ചു. തിരികെ നടന്നു. അല്ല, വന്നതുകൊണ്ടിപ്പോ കാര്യമുണ്ടായില്ലേ? ഭഗവതിയുടെ കാര്യം പറഞ്ഞുള്ള തർക്കം 10-20 വർഷമായില്ലേ വെച്ച് നടത്തുന്നു. എന്നാ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക? അമ്മേ ഭഗവതി, വരാ, മഠത്തിലിരുന്ന് ആലോചിക്കാം. സകുങ്കുമവിലേപനാളിക ചുംബികസ്തൂരിക സമന്തഹസിതക്ഷണം സചരചാപപാശാങ്കുശ ആശേഷജനമോഹിനി മരുണമാല്യ ഭൂഷോജ്വല ജപാകുസുമഭാസുരം ജപവിധൗ സ്മരേതംബിക. ഇരിക്ക. ആ, നിശ്ചയിച്ച പോലെ തന്നെ നടക്കിട്ട് തീരുമാനിക്ക. അത് വേണമെന്നില്ല, തിരുമേനി തന്നെ. അതന്നെ. തീർപ്പ് കൽപ്പിക്കാനൊക്കെ ഞാനാരാ? മേലെടുത്ത് തറവാട്ടില് എനിക്കെന്താ കാര്യം ചോദിച്ചാ, പരദേവതയുടെ അമ്പലത്തില് ശാന്തിക്കുള്ള അവകാശത്തിന്റെ പഴയൊരു കഥയല്ലേ ഉള്ളു പറയാൻ. അതൊരു പഴങ്കഥയൊന്നുമല്ല. അച്ഛൻ നമ്പൂരി പൂജാരിയായിരുന്ന കാലത്താ ക്ഷേത്രത്തിന് ഇക്കാണെന്ന ഐശ്വര്യമൊക്കെ ഉണ്ടായത്. ഈ കാണുന്നാന്ന് പറയുമ്പോ ഇപ്പൊ കാണുന്നുണ്ടോ ഗോന്നമെന്നെ? ഓ ഇല്ല, വേണ്ടത് വെച്ചില്ലേ എല്ലാം. 3 വർഷം മുമ്പ് ഞാനായി മുൻകൈയെടുത്ത സമാസമാവകാശത്തിന്റെ തീർപ്പോടെ ഈ ഉത്സവം തുടങ്ങി വെച്ചത്. അന്നത് ചെയ്യുമ്പോ വിചാരിച്ചത് എല്ലാരും ഒന്നിക്കുന്ന, പ്രശ്നമൊക്കെ തീരുന്ന. എന്നിട്ടിപ്പോ കൊടിയേറ്റം നടത്തേണ്ടത് ആരെന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ടാകുക. ദേവി ഭഗവതി, ഇക്കാര്യത്തിലൊരു തീർപ്പെന്ന് പറയുമ്പോ അത് രണ്ടിലൊരു ഭാഗത്തിന് അനുകൂലമായി പറ്റൂ. അത് ഞാനായി കൽപ്പിക്കാന്ന് വെച്ചാ അതിലൊരു ശോഭകെടുത്ത് ഞാൻ ആരുടേതല്ല, എന്നാലോ എല്ലാവരുടെയാണ്. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കണ്ണാടി വീഴക്കണോ, തട്ടി തടഞ്ഞു വീഴൂ. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടണ്ട്. ഇരിപ്പട അടുക്കളയിലായിരിക്കും, ചെലവേ മേലെ. എന്താടോ ചെലവത്ര മോശ? കേക്കെ ചിരിച്ചൊരു ചിരവ ചിട്ടി കൂടി തോന്നുന്നുണ്ട് തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാര് വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറഞ്ഞൊന്ന് നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്ത് അപ്പൊ അവള് വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരുടെ കണ്ട് ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷെ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണിക്കുട്ടി അമ്മായി. എന്താ വിളിച്ചേ? കല്യാണിക്കുട്ടി അമ്മ. എടി എപ്പുറത്ത് പോവാൻ? നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസ് ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മിണിയെ കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി പറയാ. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച. ഒരു സെക്കൻഡ്, കുട്ടി അകത്തേക്ക് പോവൂ. അവിടെ നിൽക്കടി. അകത്ത് പോവാനാ പറഞ്ഞത്. നിൽക്കാൻ. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. ആ കല്യാണമേ ഒരു ചായ ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കുന്നാണ് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ പോടാ അവിടുന്ന്. ആ അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ? ആ കളി വേണ്ട. എന്റെ വന്നേ. ഈ പുറം വീണാൽ കൊടിയേറ്റം മുതൽ 5 ദിവസത്തെ ഉത്സവം വടക്കുംപുറത്തുകാർക്ക്, മറുപുറം വീണാൽ തെക്കുംപുറത്തുകാർക്ക്. തർക്കം ഇല്ല, അവിടെ ഉണ്ട്. ഇവിടെ അങ്ങനെ തന്നെ. കൊടിയേറ്റം വടക്കുംപുറത്തുകാർ നടത്തപ്പെടുന്ന ഭഗവതിയുടെ കൽപ്പന.
മഞ്ഞുകൊണ്ട് മൂടിയാലും മലരുകൊണ്ട് മൂടിയാലും അമ്മ കാണുന്നു, ഈ അമ്മ കാണുന്നു. കലാപരിപാടിയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇത്തവണയും ജയദേവന്റെ കഥാപ്രസംഗം തന്നെ, അതിന് മാറ്റമില്ല. കഴിഞ്ഞ 2 വർഷവും വടക്കുംപുറത്തുകാരുടെ കൊടി പാറിച്ചത് ജയദേവന്റെ കഥാപ്രസംഗം സംശയമില്ല.